നല്ലവളാകണം. പെണ്ണ് നന്നായോ നാട് നന്നായി, പെണ്ണ് നന്നായോ വീട് നന്നായി, പെണ്ണ് നന്നായോ ജനങ്ങള് നന്നായി. ഇങ്ങനെ ചന്തത്തിന്റെ മേക്കപ്പ് ഇട്ടിട്ട് റഹ്മാനായ റബ്ബേ ചുണ്ടുക്കല്ല തേച്ചാള്, കണ്ണുകും പൊറത്തിയാള്, ടൈറ്റിന്റെ പൊർക്ക് ഇട്ടിട്ട് എന്തു ഈലങ്ങനെ പോകുമ്പോത്തുകൂ ആ മേക്കപ്പ് ആക്കിയിട്ട് ആ ചരിഞ്ഞിട്ടും തുള്ളിയിട്ടും നടക്കുമ്പോത്തുകൂ ആരെല്ലാം നോക്കാത്തോ? ഉസ്താദുമാർ നോക്കി പോവാറ്. ആ സ്റ്റൈലല്ലേ ഓളെ നടത്താം അല്ലേ? ബുർക്കമേ അങ്ങത്തത്, ബുർക്കം അങ്ങത്തത് തന്നെ. ഇവിടുന്ന് ഫർദ് അങ്ങത്തത്. പണ്ടുള്ള പെണ്ണുങ്ങൾ ഫർദ ധരിച്ചെന്തിനാ? എന്തിന്? അവറത്ത് കാണാതിരിക്കാൻ, ആണുങ്ങളെ കാണാതിരിക്കാൻ, ആണുങ്ങൾ ആകർഷിക്കാതിരിക്കാൻ, ആണുങ്ങൾക്ക് പിന്നെ ഇത് അവർക്ക് ഞങ്ങളായിട്ടൊരു ഇതുണ്ടാവാതിരിക്കാൻ, അവർ നിന്നിട്ടൊരു വ്യത്യാസമായിട്ട് കാണാൻ. അതിനായിരുന്നു പഴയ കാലത്ത് ജിൽബാബ് ഫർദെല്ലാം ധരിച്ച്. ഇന്ന് നീ ഫർദ് ഇട്ടങ്ങാണ് ഏറെ ചന്തം അല്ലെ? ഫർദ അങ്ങത്തതിലെ 4444 കളറ്, 3313 ഡിസൈന്, 786 ബട്ടണ്, 1114 സ്റ്റിച്ച്. എന്ത് ഖുർആന്റെ ആയത്ത? നിങ്ങൾക്ക് 4 ബുർക്ക. ചില മാപ്പിളമാർ നല്ലോണം പെഞ്ഞായിമാരോട് പലയിടത്തറാറ്. നിങ്ങൾക്ക് 4 ബുർക്ക. അല്ല, അങ്ങനെ ഉണ്ട്. ഓരോരോ ബിരുന്നക്ക് ഓരോരോ ബുർക്ക, ഓരോരോ ഹാളുടെ മൺകലത്തേക്ക് ഓരോരോ ബുർക്ക. എന്നാ പെണ്ണ് കേട്ടോ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവളാണ്. നല്ല പോലെ കേൾക്കണേ എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, നല്ല പോലെ കേട്ടോ. തിരിച്ചപ്പെട്ട പെങ്ങള് നല്ല പോലെ കേട്ടോ, പെങ്ങള് കേട്ടോ, നല്ല പോലെ കേട്ടോ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നല്ല പോലെ പഠിക്കണേ. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല, നിങ്ങളെ പരിഹസിക്കുകയല്ല, നല്ല പോലെ കേൾക്കണോ. നിങ്ങൾ നല്ലങ്ങ പെണ്ണുങ്ങളെ, നിങ്ങൾ നല്ലങ്ങ, നിങ്ങൾ നല്ലോര്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ സ്നേഹമുള്ളവരാണ്, നിങ്ങൾ അനുകമ്പയുള്ളവരാണ്, നിങ്ങൾ വാത്സല്യം നിറഞ്ഞവരാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങളായ നിങ്ങള് ഒരിക്കലും അള്ളാന്റെ പൊരുത്തക്കേടിന് പാത്രീഭൂതരാകരുത്, അള്ളാന്റെ ശാപമേറ്റവരാകരുത്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, നല്ല പോലെ കേൾക്കണേ പെണ്ണ്. ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ദുസ്വഭാവം കണ്ടിട്ട് അയാളെ നീ നല്ല പോലെ ഉപദേശിച്ച് മാറ്റിയെടുക്കണോ. അയാൾക്ക് നീ നല്ല പോലെ ഉപദേശിക്കണോ. അയാളോട് നീ നല്ല പോലെ പെരുമാറണോ. എങ്ങനെ പെരുമാറണോ കൊന്തുണ്ടാ നീ ഭദ്രകാളിയായിട്ട് പോവുകതീറ. അയാളെ മുട്ട നീ ഭദ്രകാളിയായിട്ട് പോവുതീറ. രാക്ഷസിയായിട്ട് നീ അയാളൊട്ട് പേസാകുതീറ. പിന്നെയാ നീ അയാളെ നല്ല പിരിശം കാട്ടിയിട്ട് അയാളെ മാറ്റണോ. അങ്ങനെ പെഞ്ഞായി മറിഞ്ഞൊന്നങ്ങാറ്. നല്ല പെണ്ണിന്റെ ലക്ഷണം എന്തോ? നല്ല പെണ്ണ് നിക്ക്, നിന്റെ പെഞ്ഞായി, നീ കെട്ടിയ പെഞ്ഞായി, നിക്ക് കിട്ടിയ ഭാഗ്യ, നീ കെട്ടിയ പെഞ്ഞായി, നീ ഏറ്റവും നല്ല പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്, നിക്ക് ഒറ്റടിക്ക് മാർക്കിടുകയോ. എങ്ങനെ? നിന്റെ പെഞ്ഞായി നല്ലോള അല്ലേ? എന്റെ പെഞ്ഞായി, എന്റെ ഭാര്യ നല്ലവളാണോ അല്ലേ? സ്വാലിഹത്തായ പെണ്ണാണോ അല്ലേ? എനിക്ക് കൂച്ചായവളാണോ അല്ലേ? ഫിറ്റായവളാണോ അല്ലേ എന്ന് എനിക്കറിയാൻ കഴിയും. എങ്ങനെ അല്ല ഉസ്താദ്, നിസ്കരിക്കുന്ന നോക്കണോ? ഒക്കെ നിസ്കാരം ആരും നിസ്കരിക്കാത്ത അമ്മായിരൊട്ടം ഉണ്ടാത്ത മർമോ നിസ്കരിച്ചോണ്ടില്ലേ? മർമോലൊട്ടം ഉണ്ടാത്ത അമ്മായി നിസ്കരിച്ചോണ്ടില്ലേ? അപ്പറൊട്ടം ഉണ്ടാത്ത മോണ് നിസ്കരിച്ചോണ്ടില്ലേ? ഇല്ലേ? ആങ്ങളമാരൊട്ടം ഉണ്ടാത്ത പെങ്ങന്മാർ നിസ്കരിച്ചോണ്ടില്ലേ? നിസ്കാരം എല്ലാവർക്കും ഉണ്ടു. നിസ്കാരം നോക്കിയിട്ട് നിങ്ങൾ ആരെയും വിലയിരുത്തണ്ട. മുത്തുനബി തങ്ങൾ പറയുകയാ, മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൈറുൻ നിസാ. ഇങ്ങോട്ട് നോക്ക്. അതാ മക്കളെ പ്രബോധനം. അതാ ബോട്ടി പുഗ്യന്തര തിന്നോണം. ദൈവമോടെ ദൈവോടെ അലം അപ്രഭോ അലം ദൈ. ഏറ്റവും നല്ല
നല്ല ഖൈറായ പെണ്ണ്, നിനക്ക് ഫിറ്റായ പെണ്ണ്, നല്ലവളായ പെണ്ണ്. ഇംറഅത്തുന്നതൊരു പെണ്ണാണ്. ആരറിയുമോ അവള്? ആരറിയുമോ അവള്? ഇദാ നളർത ഇലൈഹാ, ഇദാ നളർത ഇലൈഹാ സർറത്ക. നീ അവളെ നോക്കിയെങ്കിൽ നിന്റെ എല്ലാ ബേജാറും പോകും. നിനക്ക് കുറെ കടവുണ്ട്, നിന്റെ ഔത്തുക്ക് ഓടിട്ടിട്ടില്ല, നിന്റെ കിച്ചണ് ബാർത്തിട്ടില്ല, നിന്റെ അങ്ങാടിയിൽ ഇപ്പൊ കൊറോണ ആയിട്ട് കച്ചവടം ഒന്നും ഇല്ല, നിന്റെ ചെറിയ കിടാവുക എപ്പോ നോക്കും വയർന്നമ്പല, നിന്റെ ഉമ്മക്ക് ഷുഗർ 500 വന്നു, അബ്ബക്ക് പ്രഷർ 756, നിന്റെ ടെൻഷൻ ഭയങ്കര എന്നെങ്ങോ നിന്റെ പെഞ്ഞായന്റെ മുട്ട നീ പോയിട്ടാകുമ്പോഴത്തേക്ക് നിന്റെ ടെൻഷൻ നിന്റെ ബേജാറെല്ലാം പോയി. എന്തേ? അവളെ ഫേസിങ് അങ്ങനെ, അവളെ ആറ്റിറ്റ്യൂഡ്, നിന്നോട്ടുള്ള ആ ഒരു കോണ്ടാക്ട്, ആ ഒരു കണക്ട്, ആ ഒരു ബന്ധം, ആ ചന്തത്തിൽ എന്താ നിങ്ങെന്താ ഒരു മൂഡ് ഓഫ് എന്തല്ലേ? നിങ്ങ പോകുമ്പോഴത്തേക്കും നല്ല റാഹത്തിൽ നരസുബയ്യേ നല്ല ചന്തത്തിൽ പോയിരാറ്. നിങ്ങൾ പിണ്ടി തിന്നാട്ട് അപ്പ തിന്നാട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വയറ് കത്തിറ് ആയെങ്കിലും പോകുമ്പോഴത്തേക്കും നല്ല റാഹത്ത് തിന്നാറ്. ഇപ്പൊ നിങ്ങൾ വന്ന എന്ത് ഇത് മൂടല്ല മീടല്ല, നിങ്ങളെ മീടല്ല അല്ലെ, മീടെന്നല്ല പറയാ അല്ലേ? അല്ലെ മുഖ, നിങ്ങളെ മുഖ അല്ല അല്ലെ, നിങ്ങളെ അല്ലെ അല്ലെ സാർ മുഖ, നിങ്ങളെ മുഖമല്ല എന്തിങ്ങനെ കറുത്തോ? നിങ്ങെന്തേ തിട്ടേട്? നിങ്ങൾ ചട്ടല്ല മാറ്റം നോക്കാം കൊടുക്കൂ. അതിലെ ബട്ടൺ നീ എടുക്കണോ? പെഞ്ഞായ നീ എടുക്കണോ? ഇന്നത്തെ പെഞ്ഞായി കൗത്തു പിടിക്കും ആള്. നോക്കാം കൊടുക്കെടുക്കാം, ബട്ടൺ എടുക്കാൻ ചെന്നിട്ട് അങ്ങനത്തെ പെഞ്ഞായി വേണില്ലേ? യോ ഉസ്താദ് എന്നൊക്കെ അങ്ങനത്തെ പെഞ്ഞായി കിട്ടൊക്കെ വേണേ നിങ്ങൾ ദ്വാരക്കണോ ഉസ്താദ്? ഒക്കെ നീ അങ്ങനെ ആണതല്ലേ, നീ തല്ല അങ്ങനെ ആണോ? നീ അങ്ങനെ ആയെങ്കിൽ ഇൻഷാല്ലാ കിട്ടുന്നു. നീ ദീനിയാണോ? നീ ദീനിയായതിലേക്കേ ചേരൂ. ദീനിയായതായ ദീനിയത്തുള്ള പെണ്ണെ നിനക്ക് കിട്ടൂ. നല്ല പെണ്ണിന്റെ ലക്ഷണം നിന്നെ എല്ലാ നിലക്കും അവള് സമാധാനിപ്പിക്കും. ഇതാ നളർത ഇലൈഹാ സർറത്ക. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അതെ അതെ, പൂമുഖവാതിൽക്കൽ പൂമുഖവാതിൽക്കൽ പുഞ്ചിരി തൂകുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എന്തല്ലേ ചൊന്നോ പിടിയായ നിങ്ങക്ക്? നിങ്ങക്കല്ലേ ഏറെ പിടിയാവനായ അങ്ക് ആ തോട്ടത്തിലുള്ള വാടുള്ള വാടുള്ള പെണ്ണുങ്ങ ഉടമേല കേക്കണം, നല്ല പോലെ കേക്കണോ. ഇനി എത്ര പേപ്പറിൽ വിഷയമേ അങ്ങനെ കണ്ട എത്ര ജകള ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതേ വിഷയമേ ഇത് ഞങ്ങളെ സമുദായത്തിൽ തെളിയാറ്. മാപ്പിള പെഞ്ഞായിരോട്ടെ എപ്പൊ നോക്കിയും കിടമ പിന്നെ ഗുലുമാലാണ്. ഭാര്യ ഭർത്താക്കന്മാർ നേരെയില്ല, പരസ്പരം മനപ്പൊരുത്തമില്ല, പിരിശപ്പാടില്ല, ഒരു റാഹത്തില്ല. എന്താ കാരണം? രണ്ടാളും ദീന് നോക്കിയിട്ട് പെണ്ണ് കെട്ടിയിട്ടില്ല, കാശും പൊന്നു നോക്കിയിട്ടാ കെട്ടിയത്. കാശും പൊന്ന നോക്കി കെട്ടിയ ഹബീബായ നബി തങ്ങൾ പറയുന്നു, നല്ല പെണ്ണിന്റെ ലക്ഷണമാണ് അവളെ കണ്ടാൽ നിന്റെ ബേജാറ് മാറും കേട്ടോ. നീ പണിയെല്ലാം കഴിഞ്ഞിട്ട് സൊറ കഴിഞ്ഞിട്ട് നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് വിഷമിച്ച എല്ലാം കഴിഞ്ഞ് നിന്റെ ജോലി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് 1000 ടെൻഷനുകളായി 1000 ബേജാറുകളായി ഒരുപാട് തലനോവുമായിട്ട് നീ നിന്റെ പൊരന്റെ ഉൾഗത്തേക്ക് പോകുമ്പോ അവിടെ ബാദലിന്റെ ഉമ്മറപ്പടിയിൽ നിന്നിട്ട് നീ ഫസ്റ്റ് കണ്ടാറ ഗൊന്തുണ്ട നിന്റെ കാത്തോണ്ടുള്ള നിന്റെ പെഞ്ഞായര അവളെ നോക്കിയപ്പോ അവ നിന്നെ കണ്ടപ്പോ അവളെ നീ കണ്ടപ്പോ സർറത്ക നിന്റെ മനസ്സിന്റെ എല്ലാ ദുഃഖതുമാണ് മാറിപ്പോയി, നിന്റെ ബേജാറ് മാറിപ്പോയി. അവളെ കാണുമ്പോ നിന്റെ മനസ്സ് റാഹത്തായി. അതാണ് നല്ല പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്. ഞങ്ങളെ പെണ്ണിനെ കാണുമ്പോ ഞങ്ങളെ ദുഃഖം ഏറുന്നമ്മ കുറയുന്നമ്മ? നല്ല പെണ്ണാണ് പൊരന്റെ ഉള്ളിലുള്ളതെങ്കിൽ വിഷമവും കഷ്ടപ്പാടും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ടെൻഷനുമുള്ള ഭർത്താവൂ ഒരു കൗത്തങ്ങെത്തിയങ്ങ് മയ്യാവും. എന്റെ പെഞ്ഞായ അവിടെ ഉള്ള ആള് എന്തൊന്നും ആക്കിയിട്ട് തറുവാൾ ഇൻഷാ അല്ലാ ചെന്നിട്ട് വേഗ പാഞ്ഞുണ്ട് പെറുവാ. എന്തേ? നല്ല പെഞ്ഞായി, അവൻ വേഗ പാഞ്ഞുണ്ട് പെറു. ഒരു കൗത്തകെത്തി മയ്യാവോ? പക്ഷെ ഒന്ന് വീട്ടിലേക്ക് എത്തിയാന്ന് എന്തേ എല്ലാം തീരും, അവിടെ എത്തിയ എല്ലാ വിഷമം തീരും. ഇപ്പത്തെ മാപ്പിളമാർ എങ്ങനെ ഒരിക്കൽ പുറത്തു പോയിന്ന നല്ല ഒരിക്കൽ പുറത്തു പോയിന്ന നല്ല ഇത് പോവാം. എന്ത് ഇപ്പം പോകണ്ടോ? അവിടെ കളി തുടങ്ങിയിട്ടില്ലേ? കളി എപ്പോ വേണമെങ്കിൽ തുടങ്ങട്ട്, ഗ്രൗണ്ടിൽ എപ്പോ വേണമെങ്കിൽ തുടങ്ങട്ട്. നാണിപ്പമേ പോണ്ട, ഉൾക വേണ്ട ഉൾക വേണ്ട ഉൾക വേണ്ട. എന്തേ? അങ്ങനത്തെ അവസ്ഥയാണ് പൊരന്റെ ഉള്ളില്. ഭദ്രകാളിയുടെ സ്വഭാവം, നല്ലൊരു സ്നേഹമൂർന്ന ഭാഷയില്ല, നല്ലൊരു ഇതില്ല. മാപ്പിളന്റെ പേര് ചെന്നിട്ട് വിളിക്കുന്ന എത്ര ഭാര്യമാരുണ്ട്. ഏ അബ്ബാസ് നീ വാട്ടില്ല, ഏതാ ചായ വെച്ചിരാ,
അബ്ബാസ് ആറ് ഇളമല്ല, മാപ്പിള, സ്വന്തം മാപ്പിളന്റെ പേര് ചെന്നിട്ട് വിളിക്കുന്നത്. ഇപ്പൊ അതൊരു ട്രെൻഡ് വിള, ഇപ്പൊ അതൊരു സ്റ്റൈൽ. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു മസാല അങ്ങനെ അബ്ബന്റെ അബ്ബനെ അബ്ബാന്ന് വിളിക്കാമാ. പിന്നെ ആരാ വിളിക്കുന്നത്? നീ അബ്ബന്റെ അബ്ബ അണ്ണാച്ചിരമ്മ ആ നാരസ വെള്ളിപ്പിക്ക് മണ്ടല്ലോ അവിടെ നീ വിളിക്കില്ല അബ്ബാന്ന്. എന്ത് ഇയാൾ അബ്ബാന്ന് വിളിക്കാണ്ട്? നന്റെ അബ്ബറ നിക്കെന്റെ അബ്ബാന്ന് വിളിക്കാണ്ട് എന്താ വിളിക്കാതെ? അബ്ബന്റെ അബ്ബ അബ്ബയാണ്. അതിന് ഖുർആനിൽ തെളിവുണ്ട്. ഇതിപ്പോ ചർച്ച അത് അബ്ബന്റെ അബ്ബന് അബ്ബന്റെ അബ്ബനല്ല, മാപ്പിളന്റെ അബ്ബ സോറി, മാപ്പിളന്റെ ഉപ്പാനെ അബ്ബാന്ന് വിളിക്കാമാ, ഉപ്പാന്ന് വിളിക്കാമാ ഉള്ള ചോദ്യം. അതിന്റെ മുന്നേ മാപ്പിളിനെ അങ്ങനെ വിളിച്ചോണ്ടുള്ള അബ്ബാസ് സുലൈമ ഇലബാ. ആറ് സുലൈമ? ക്ലബിന്റെ സെക്രട്ടറി അല്ല, മാപ്പിള. SBT ബസിന്റെ ക്ലീനർ അല്ല, മാപ്പിളനെ വിളിക്കണോ? സ്വന്തം പേര് പറഞ്ഞിട്ട്. പടച്ച റബ്ബ് പോലും ഖുർആനിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പേര് പറയുമ്പോ പേര് പറയാൻ നാണിച്ചിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല. പടച്ച റബ്ബ് പോലും ഖുർആനിൽ ദമ്പതിമാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മാപ്പിള പെഞ്ഞായിമാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും പടച്ച റബ്ബ് അവരുടെ പേര് പറയാൻ കുറച്ച് മടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, തബ്ബത് അബീ ലഹബ്, അവിടെ മാപ്പിളന്റെ പേര് പറഞ്ഞപ്പോ ഓന്റെ ഭാര്യയെ പറ്റി അള്ള പേര് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞെന്തറിഞ്ഞ വംറഅതുഹു, അവന്റെ പെണ്ണ്. എന്റെ പേര് ചൊന്നത്തോ? ആ പേര് ചൊല്ലാതിരിക്കുന്നതിന്റെ കാരണം ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മാപ്പിള പെഞ്ഞായിമാരുണ്ടല്ലേ, പേര് വിളിക്കുന്നത് കുറച്ച് ജാഗ്രത ആക്കണം. മാപ്പിളക്ക് വിളിക്ക, ആ പേര് വിളിക്കുമ്പോ എങ്ങനെ വിളിക്കണം? നല്ലൊരു പിരിസപ്പാട് കൂട്ടിയിട്ട് വിളിക്കണം. അവര് കറല നന്റെ മുത്തോ, നന്റെ കണ്ണ്, അങ്ങനെ വിളിക്കണം. എന്തും അത് ബേഗോ കൂടുമ്പോ ബേഗോ കൂടോ. നീ പെറോന്ന് കൊടുത്തോണ്ടോ? അപ്പോ പെറോന്ന് കൊടുത്തോണ്ടോ? അപ്പൊ അത് പാലിക്കത്ത് തീരും, സലാമത്താവും. നോട്ടീസ് അത് കഞ്ചുള്ള വർഷം അല്ല, അത് ഒരാൾ ഓതിയത് പിന്നെ ഒരാൾക്ക് കൊടുക്കും. ഇപ്പൊ നോക്ക്, മാപ്പിളമാരുടെ പേര് വിളിക്കാൻ പാടില്ല, അതിപ്പോ കേടാണത്. അവിടെ പിരിശപ്പാട് കുറയും, അവിടെ സ്നേഹബന്ധം കുറയും. ഇക്കാന അല്ലെങ്കിൽ ആ പണ്ടത്തെ നിങ്ങൾ നോക്കൂ, പഴയ കാലത്തുള്ള ഞങ്ങളെ ഉമ്മമാർ, പിന്നെ എന്താ അജ്ജിമാർ, വലിയുമ്മമാർ, അവരുടെ മാപ്പിളമാരുടെ പേര് പറയില്ലല്ലോ. നിങ്ങൾ അയാളെ പേരെന്തേ? അത് നിന്റെ കുഞ്ഞമ്പറ മോന്റെ പേരില്ല. കാരണം കുഞ്ഞമ്പറ മോന്റെ പേര് അബ്ബാസ്, ഈമന്റെ മാപ്പിളുടെ പേരും അബ്ബാസ്. ഈ മതി ചെല്ലല്ലോ. എന്തേ മാപ്പിളുടെ പേര് ഇപ്പ അബ്ബാസ്, കുഞ്ഞുമോണോ ഇബ്ബായി ഇതല്ല. നോക്കൂ നിങ്ങൾ, പിരിസപ്പാടും ചെന്ന ആ ഒരു ബഹുമാന, റെസ്പെക്ട്, പിരിസപ്പാട് അത് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ ഇല്ല. പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കണം, ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുകയല്ല. നിങ്ങൾ നല്ലവരാണ്, നിങ്ങളെ നല്ലാവണമെന്നുള്ള കാത്തതാണ്. നിങ്ങൾ നാളെ സ്വർഗത്തിൽ നേതൃത്വം കൊടുക്കേണ്ടവരാണ്. സ്വർഗലോകത്തുള്ള ഹൂറുള്ളീങ്ങളെക്കാളേറെ വിശുദ്ധ ഖുർആനിലുള്ള പറഞ്ഞല്ലോ, റഹ്മാൻ സൂറത്തിൽ പറഞ്ഞല്ലോ, സ്വർഗലോകത്ത് അല്ലാഹു പടച്ചു വച്ച സുന്ദരികളായ പെണ്ണുങ്ങള്, ഹൂറുള്ളിസാനിങ്ങള്, അതേ സൗന്ദര്യത്തിന്റെ നിറകുടങ്ങളാണ്, വർണ്ണിക്കാൻ കഴിയാത്ത സ്റ്റൈലിന്റെ ഉടമകളാണ് സ്വർഗത്തിലുള്ള ഹൂറുള്ളീങ്ങള്. അതേ അവരുടെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. സ്വർഗലോകത്ത് അല്ലാഹു നമുക്ക് പടച്ചു വെച്ച പെണ്ണുങ്ങളെ ചന്തോ, അവരുടെ ചന്തോ, ഹൂറുള്ളീങ്ങളെന്ന പെണ്ണുങ്ങള്, ഹൂറുള്ളിസാനീങ്ങളെന്ന പെണ്ണുങ്ങള്, ആ പെണ്ണുങ്ങളെ ചന്തത്തിന്റെ ഒരു സാമ്പിള് പറയണ. അവരുടെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. ഹൂറുള്ളീങ്ങളുടെ എതിർത്ത പല്ലിന്റെ ചന്ത കണ്ടിട്ട്, മുഖത്തിന്റെ ചന്ത കണ്ടിട്ടില്ല, ജിബ്രീല് കണ്ടിട്ടില്ല, ഇനി തടിന്റെ ചന്ത ഫുള്ള് കണ്ടിട്ടില്ല. പിന്നെ മുമ്പല്ലിന്റെ ചന്ത ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ, ഹൂറുള്ളീങ്ങളെ എതിർത്ത പല്ലിന്റെ സ്റ്റൈലൊന്ന് കണ്ടപ്പോ വികാരമില്ലാത്ത ജിബ്രീല് പോലും അന്തം വിട്ടുപോയി. പിടിയായിട്ടില്ല എനിക്ക്. സ്വർഗലോകത്തെ പെണ്ണുങ്ങളുടെ ചന്ത കണ്ടതല്ല ജിബ്രീല്. ഏതോ ഒരു നിമിഷത്തില്, ഏതോ ഒരു ടൈമില്, ഏതോ ഒരു നേരത്ത് മഹാനായ ജിബ്രീൽ ആര്?
മൂസ കുഞ്ഞിന്റെ മോനല്ലേ ചൊല്ലറു അലൈഹിസ്സലാം. ജിബ്രീൽ ജിബ്രീൽ സയ്യിദുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, സയ്യിദുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, സാഹിബുൽ വഹി മലക്ക് ജിബ്രീൽ, സാഹിബുർ റസൂൽ മലക്ക് ജിബ്രീൽ. അവർക്ക് വികാരങ്ങളില്ല. ഉണ്ടാ മലായിക്കത്തീങ്ങൾക്ക് വികാരങ്ങളുണ്ടാ? മലായിക്കത്തീങ്ങൾക്ക് വികാരങ്ങളില്ല. മലായിക്കത്തീങ്ങൾക്ക് ആർസ പറല, മലായിക്കത്തീങ്ങൾക്ക് പിരിസ പറല, മലായിക്കത്തീങ്ങൾക്ക് വികാരം പറല, മലായിക്കത്തീങ്ങൾക്ക് അങ്ങനത്തെ വികാരം എന്നൊന്നും മലായിക്കത്തീങ്ങൾക്കില്ല. മൃഗങ്ങൾക്ക് വികാരം മാത്രം, വിചാരങ്ങളില്ല. മലായിക്കത്തീങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രം. മൃഗങ്ങൾക്ക് വിചാരങ്ങളില്ല, വികാരങ്ങൾക്ക് മാത്രം. എന്നാൽ മനുഷ്യർക്ക് രണ്ടുമുണ്ട്. ഈനെ രണ്ടു ഒപ്പിച്ചിട്ട് അള്ളാഹ് പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ടെത്തിയെങ്കിൽ മലായിക്കത്തീങ്ങളെക്കാളും ടോപ്പിലേക്ക് മനുഷ്യന് പോവാം. മനസ്സിലായിട്ട? പിടിയായിട്ടില്ല എനിക്ക്. വികാരങ്ങളില്ലാതെ അള്ളാന്റെ കൽപ്പന വിവേകത്തോടെ നിർവഹിച്ചു പോകുന്നവരാണ് മലായിക്കത്തീങ്ങൾ. അവർക്ക് വികാരങ്ങളില്ല, അവർക്ക് ലൈംഗികത്തെ അങ്ങത്തെ ചിന്തൊന്നുമില്ല. മൃഗങ്ങൾക്ക് വിവേകമില്ല, അവർക്ക് വികാരങ്ങൾ മാത്രം. അവർക്ക് ലൈംഗികത്വം ഉണ്ടോ? അതിന് ടൈമും ഇല്ല, ജാഗവും ഇല്ല, എന്തും ഇല്ല, അവിടെ അല്ലേ. എന്നാൽ മനുഷ്യര് അവർക്ക് വികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ വിവേകങ്ങളും ഉണ്ട്. ഈ വിവേകം കൊണ്ട് വികാരത്തെ നിയന്ത്രിച്ചാൽ മലായിക്കത്തീങ്ങളെക്കാളും മേലെ പോകാം മനുഷ്യരായ നമുക്ക്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. എന്നാൽ വികാരമില്ലാത്ത ജിബ്രീല, പെണ്ണിന്റെ ആശയില്ലാത്ത ജിബ്രീല, പെണ്ണിന്റെ സ്റ്റൈലിന്റെ ബാക്കിന്ന് പോവാത്ത ജിബ്രീല, ലൈൻ അടിക്കാനോ കമന്റ് അടിക്കാനോ ഐ ലവ് യു പറയാനോ അറിയാത്ത ജിബ്രീല, ഒരു നിമിഷത്തിൽ അതാ സ്വർഗത്തിന്റെ ഹൂർലീങ്ങളെ കണ്ടു. അല്ല ഹൂർലീങ്ങളെ കണ്ടതല്ല, ഹൂർലീങ്ങളെ ചന്തം ഫുള്ള് കണ്ടിട്ടില്ല, ഹൂർലീങ്ങളെ മുഖത്തിന്റെ ചന്തം കണ്ടിട്ടില്ല. മുമ്പല്ലേ എതിർത്ത പല്ല, ഫ്രണ്ടിലെ പല്ല. എന്തായാലും നിങ്ങക്ക് ഇനി ഏത് ഭാഷയിൽ ചൊല്ലണോ ബാവ? ആ ഹൂറുല്ലിങ്ങളെ എതിർത്ത ഫ്രണ്ടിന്റെ ഫ്രണ്ട് പല്ലിന്റെ ചന്ത കണ്ടപ്പോ വികാരങ്ങളില്ലാത്ത ജിബ്രീല് പോലും ഔഹാരിതറു, ഗാബരി കൊണ്ടറു, പരിഭ്രാന്തരാദറു. അപ്പൊ നീ മുറ്റക്കാട്ടിന് എന്താ വിട്ടിയെ? സ്വർഗത്തെ ജാരിറ്റ് കണ്ടക്ക് പോളിട്ടിയെ. കാരണം എല്ലാ കട്ടോളം തപ്പട്ടി നിന്റെ. ഇത് ഇല്ലാത്ത ജിബ്രീലിന്റെ അവസ്ഥ അതാണ്. ഹൂറുല്ലിങ്ങള് നിങ്ങെന്ത് വിചാരിച്ചാർ? എന്നാ ഉമ്മ കേട്ടോ, പിരിശപ്പെട്ട പെങ്ങള് കേട്ടോ, നാളെ സ്വർഗലോകത്തെത്തിയാൽ ആ ഹൂറുല്ലിങ്ങളെക്കാളേറെ ഈ പറയപ്പെട്ട ചന്തത്തിന്റെ മുത്തുരത്നങ്ങളാകുന്ന ഹൂറുല്ലിസാനിങ്ങളെക്കാളേറെ ചന്തവും സ്റ്റൈലും ചേലും ഭംഗിയും എല്ലാം ഉള്ളത് നല്ലവരായ സ്വർഗത്തില് പോയ ഞങ്ങളെ ഉമ്മാക്കാട്, ഞങ്ങളെ പെങ്ങൾക്കാട്, ഞങ്ങളെ പെണ്ണുമോൾക്കാട്. ഒരിക്കലും ഹൂറുല്ലിങ്ങൾ ഓരക്കാലും വലിയല്ല. അല്ല നഹ്നു സായിമാതോ ഫലാ സുംതുന്നാ അബദാ, ഫലാ സുംതുന്നാ നഹ്നു ഖായിമാതോൻ ഫലാ ഖുംതുന്നാ അബദാ, ഫലാ ഖുംതുന്നാ നഹ്നു സകിയാതോ ഫലാ സുകുതുന്നാ അബദാ, ഫലാ സുകുതുന്നാ. സ്വർഗലോകത്തേക്ക് പോയ ഞങ്ങളെ നല്ലവരായ ഉമ്മാനെ കാണുമ്പോ, നല്ലവരായ ഞങ്ങളെ പെഞ്ഞായിമാരെ കാണുമ്പോ, നല്ലവരായ ഞങ്ങളെ സ്വാലിഹത്തുകളായ പെണ്ണുമക്കളെ പെങ്ങന്മാരെ കാണുമ്പോ, സ്വർഗലോകത്തിന്റെ ചന്തത്തിന്റെ കുട്ടികളായ ഹൂറുല്ലിങ്ങളെ കിബറാക്കോ? അങ്ങ് ചൊല്ലുവാറ് നിങ്ങ എന്തല്ലേ ഞങ്ങൾ നോക്കൂറില്ലേ, ഞങ്ങ ഊടമേ ഇന്ന, ഞങ്ങ ഭയങ്കര ഹാപ്പിയില്, ഞങ്ങ ബേല് കൊണ്ടിട്ടില്ല, ഞങ്ങക്ക് ബേർത്തിട്ടില്ല, ഞങ്ങക്ക് ചേറായിട്ടില്ല, മേള് മണ്ണായിട്ടില്ല, ഞങ്ങളെ മേള് നാറിയിട്ടില്ല, ഞങ്ങ എപ്പോഴും സ്വർഗത്തില് അല്ലേ. സ്വർഗ കണ്ടറാ നിങ്ങ? ആ പാണാജ പുത്തൂറിന്റെ ഇടയിലുള്ളതല്ലേ? യഥാർത്ഥ സ്വർഗം അള്ളാഹു ഞങ്ങൾ അവിടേക്ക് ഹിസാബില്ലാതെ എത്തിക്കട്ടെ. ആ സ്വർഗത്തിൽ കാണുമ്പോ, ഇവരെ കാണുമ്പോ, നല്ലവരായ ഞങ്ങളെ സ്വാലിഹത്തുകളായ ഉമ്മ പെങ്ങന്മാരെ കാണുമ്പോ അവർ അവിടെ ഗത്ത് കാട്ടും. നിങ്ങ ദുനിയാവ് വന്നങ്ങല്ലേ,
നിങ്ങൾ അവിടുന്ന് വന്നങ്ങല്ലേ, ആ ഭാഗത്തുള്ള വന്നം കൊണ്ട് ഈ ഭാഗത്തുള്ള വന്നം കൊണ്ട് ഇല്ലേ, പിന്നെ ഈ അബുവാബി എത്തി ഏതെങ്കിലും ഒരു ഡോറിൽ ഉള്ളൊക്കെ വന്നങ്ങ ഞങ്ങ പണ്ടേ ഇവിടെ ഉള്ള എന്ന് ചൊല്ലുമ്പോ അത് ചൊല്ല റൈറ്റ് അങ്കുണ്ടു. ഊരുള്ളിങ്ങളും ചെറിയ ആളൊന്നും അല്ല, അത് പോയിട്ട് നോക്കണം. ജിബിരിയിൽ പോലും ഗാബരി ആയിനെങ്കിൽ നീ ഗോബരിയാവെ കാണുമ്പോ തിരിഞ്ഞ ഊരുള്ളിങ്ങൾ ചെറിയ ആളൊന്നും അല്ല. മുസ്തഫ നബി തങ്ങൾ ഹൂറുല്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് ആർക്ക്? 5 നേരം നിസ്കരിക്കുന്ന, ഇസ്ലാമിന്റെ രൂപത്തിൽ മുടി വെട്ടിവെച്ച, ഞെരിയാണിക്ക് മുകളിൽ പാൻറ് ഉടുക്കുന്ന, മുണ്ടുടുക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, പള്ളിയുമായിട്ട് നല്ല ബന്ധമുള്ള, നാട്ടിൽ നടക്കുന്ന എല്ലാ നന്മകൾക്കും സഹായിക്കുന്ന നല്ലവരായ ആണുങ്ങൾക്ക് അല്ലാഹ് പടക്കപ്പെട്ടവരാണ് ഹൂറുല്ലിങ്ങൾ. ആരത്? അവരെ എതിർത്ത പല്ല് കണ്ടിട്ട് ജിബിരിയിൽ പോലും അന്തം വിട്ടണമെങ്കിൽ അപ്പൊ ഫുള്ള് കണ്ടിനെങ്കിൽ എന്താ പറ്റി? അപ്പൊ എത്ര ചന്തം ഉണ്ടാവും? ഉണ്ടെന്നും ഇല്ലേ, മഹാനായ മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞ അങ്ങനെയാ. ഉണ്ടെന്നും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദേടെ ഹൂറുല്ലിസനവരാം ബരീഷാനതും ബടിവാം ഹുഗമാവിളം വിടലായി അവരന്തിരമേലുള്ള ചന്ദിരനൊക്കെ രോനിലും തെളിവാം, രോനിലും തെളിവാം. പട്ടമുഖത്തിന് അല്ലേ മഹാനായ മോയിൻകുട്ടി വൈദ്യര് പാടുകയാ. അവരുടെ കൂന്തല്, അവരുടെ മുടി, അവരുടെ പല്ല്, അവരുടെ അഴക് എല്ലാം കൊണ്ടും വർണ്ണിക്കാൻ കഴിയാത്ത വിശേഷണങ്ങളുടെ ഉടമകളാണ് ഹൂറുല്ലിങ്ങൾ. അവർ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ അവിടെ വലിയ ആളാവോ, അവിടെ വലിയ കത്ത് പിടിക്കുവാറ്. അത് പിടിക്കുമ്പോ ഈ ഉമ്മ ചൊന്നന്ത്ര കൊന്തുണ്ടാങ്ങളോട്ട, ഈ ഞങ്ങളെ പെങ്ങന്മാർ പെഞ്ഞായിമാർ പെണ്ണമൊക്കെ ചൊന്നന്ത്ര കൊന്തുണ്ടാങ്ങളോട്ട, ചൊൽടന്ത്ര കൊന്തുണ്ടാങ്ങളോട്ട. ഇവര് പറയുകയാണ്, അതേ നിങ്ങൾ ഇവിടെ പടക്കപ്പെട്ടവരാണ്, നിങ്ങൾ കാലം മുഴുവനും സ്വർഗത്തിന്റെ വാസികളാണ്, ഇവിടെ തന്നെ ഉണ്ടായവരാണ്. എന്നാൽ ഞങ്ങൾ ആരറിയുമോ, ഞങ്ങളെ അല്ലാഹു പരീക്ഷണശാലയാകുന്ന ഭൂമിയിൽ അല്ലാഹ് പടച്ചു. അവിടെ പടച്ചിട്ട് അവിടെ പടക്കപ്പെട്ടപ്പോ ഞങ്ങൾ അല്ലാഹ്ക്ക് നിസ്കരിച്ചു, ഞങ്ങൾ അല്ലാഹ്ക്ക് നോമ്പ് നോറ്റു, ഞങ്ങൾ സക്കാത്ത് കൊടുത്തു, ദാനം കൊടുത്തു, ഇതുപോലെയുള്ളതിന് സംഭാവന കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ അല്ലാഹു തആല ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്നവരാണ്. അതായത് അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തിട്ട് ഞങ്ങൾ അല്ലാഹനെ കാണാൻ വേണ്ടി വന്ന സ്വർഗസ്ഥരായ പെണ്ണുങ്ങളാണ് എന്ന് പറയുമ്പോ ഹൂറുല്ലിങ്ങളെ ബായി മൂടും കേട്ടോ. അവർക്കുത്തരമില്ല. ഞങ്ങളെ നല്ലവരായ പെണ്ണുങ്ങൾക്ക് അല്ലാഹു ഉന്നതമായ സ്ഥാനം കൊടുക്കോ. അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ടാ ഈ പറയണത്. പൊന്നുമ്മ, പൊന്നുപങ്ങള്, ഒരിക്കലും ഭർത്താക്കന്മാരോട് കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. മാപ്പിളമാരോട് പറയട്ടെ, നിങ്ങളും അങ്ങനെ ഭാര്യമാരോട് സ്നേഹത്തിൽ കഴിയണോ, അവരെ നല്ല ബഹുമാനിക്കണോ. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ലാ യുക്രിമൂനഹുന്ന. മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, അവരെ ആദരിക്കുന്നത് മാന്യനായ ഭർത്താവ് മാത്രമാണ്. പെഞ്ഞായിമാരെ കാണുമ്പോ റെസ്പെക്ട് കൊടുക്കണോ. പെഞ്ഞായി ചായ കൊണ്ട് വരുമ്പോ നീ സോഫ സെറ്റിൽ ദയിച്ചിട്ടുണ്ടെങ്കിൽ അബ്ബാസ് സുലൈമാന് നീ ദയിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്താക്കണോ എന്തടി അത് ചായ വെച്ചിട്ട് പോ. നീ ഓർഡർ കൊടുക്കോ. നീ കർസേന മേധാവി ഒന്നും അല്ല, നീ മാപ്പിള. നീ എന്താക്കണോ ഒന്നുണ്ടാ. നബി ഞങ്ങൾ ചൊന്നന്തര ഒന്നുണ്ടാ. അവ ചായ കൊണ്ടുവരുമ്പോ, അവ ചോറ് കൊണ്ടുവരുമ്പോ, അവ നിന്റെ അടുത്തേക്ക് വരുമ്പോ, അവ തുണി എടുത്തോണ്ട് അതിലെ സൈഡിലെ വരുമ്പോഴത്തേക്ക് നീ എണിച്ച് നിൽക്കണം. ഉസ്താദെ ഇങ്ങനെ പോയി ഇങ്ങനെ ഫെയിൽ ഉസ്താദ്, ഇത് തെല്ലു ഓവറായാണ്. പിന്നെന്താ നിങ്ങെന്ത് വിചാരിച്ചാറ് അങ്ങ മാത്രം. ചിലടത്ത് വയലിന് പോയാൽ അങ്ങനെയാണ്. ചിലടത്തിന് വയലിൽ പോയെങ്കിൽ ഉസ്താദ് ചെല്ലണം ഉസ്താദ്, പെണ്ണുങ്ങ നല്ലോണം ഉണ്ട്, ചെല്ലണം ഉസ്താദ്. നിക്കെന്ത്ര പിന്നെ പണി? നിന്നോട് ചെല്ലണ്ടേ? നിക്ക് പണ്ട് ചെത്ര പണിയാണ്? നിക്കെന്താ വയലും തീനെന്തും വേണ്ടേ? അല്ല ഞങ്ങൾ അങ്ങനെ, ഞങ്ങൾ ഭയങ്കര ചൂടില്. എന്ത് ചൂടെന്തോ ആർക്കും ഉസ്താദ് വയല് ഇവിടെ ആണെങ്കിമേ ഇല്ല ഒക്കെ അങ്ങനെ കേട്ടോ. ഇവിടെ തുടങ്ങുമ്പോ പോയാ ഉസ്താദെ പ്രസംഗ ആർക്കും ഉസ്താദ് ഇവിടെ ടൈം കുറെ ലേറ്റായല്ലേ, അപ്പൊ ഇത് എന്താവുന്ന കേട്ടാളും മുന്നേ പോയി. പിന്നെ നീ കേട്ടെന്തൊക്കെ പോവാ, നീക്ക് നേരത്തെ പോകുന്നതല്ലേ. നിങ്ങളെ വിഷയമല്ല, നിങ്ങനെ എന്തല്ലോ നിക്കാക്കിയാറാന്നല്ലേ. അല്ലെങ്കിൽ 12 പാർട്ടി ആയത്, നാളെ 13 ആവാന്ന്. അല്ലാഹ് കാക്കട്ടെ. സ്വാഗത പ്രസംഗം ചെല്ലുമ്പോഴത്തേക്ക് അയാൾ ജബ്ബാർ ഫൈസി ബെറച്ചോണ്ടിದ್ದು ഒരാൾ ബുട്ടങ്ങ് പോയില്ല, പണിയെ പോയി അയാള്. ഒരാളെ ബുട്ടങ് അല്ലെങ്കിൽ നോട്ടീസ് ഉണ്ട് ബദ്രിയത്ത് എഴുതിയ പോലെ 313 ആളുണ്ടാന്നില്ല.
അല്ല എല്ലാവരും പേര് ചൊല്ലണങ്ങമേ ഞങ്ങൾ വിളിച്ചിട്ട് പണ്ടങ്ങ ഞങ്ങൾ കേട്ടിട്ടേ പേരിട്ടങ്ങ ഞങ്ങളെ ഗസ്റ്റുമാർ ഈമാൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ റെസ്പെക്ട് ആക്കണോ ബഹുമാനിക്കണോ നേരെ മാത്രമാ ഇന്നത്തെ മനുഷ്യന്മാരുണ്ടല്ലേ ഓൻ ഗസ്റ്റ് ഓൺലി ഗസ്റ്റ് ഓനക്ക് ഈമാനും ഇല്ല ഇസ്ലാമും ഇല്ല ഒട്ടാരെ ഓനെ പേടിച്ചിട്ട് ബഹുമാനിക്കണോ ഇപ്പൊ ഓനെ പേടിച്ചിട്ട് ബഹുമാനിക്കണോ ഓന്റെ ഈമാനും തക്കോ നോക്കിയിട്ടല്ല ഓന്റെ ഇസ്ലാമിയത്ത് നോക്കിയിട്ടല്ല ഓനെ പേടിച്ചിട്ട് എന്തേ അയാള് ഞങ്ങള് ദുരീണ നേതാറ ലീഡർ ദുരീണ മഖാഫത്ത ശർരിഹി ഒരാളെ ഷർറ് പേടിച്ചിട്ട് ജനങ്ങളെ ബഹുമാനിക്കുന്ന കാലം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഞാൻ നാട്ടിൻ്റെ അവസ്ഥ അതാ ഈടെന്നല്ല പൊതുവെ എല്ലായിടത്തും അങ്ങനെ 19 പേർ ചൊന്നൂറ് ഞാൻ അവിടെ കീഴെ ഇന്നല്ല നിന്റെ പേര് അങ്ങനെ വിട്ടോ ഒരാളുടെ ആൾക്ക് ഏറിയ അത് ആർക്കും ചൊല്ല തീരാന്ത പോയിട്ടത് ഒരു കടലാസിൽ എഴുതി കൊടുക്കുക തീരാന്ത നല്ല മനുഷ്യന്മാർ അങ്ങനെ ചൊല്ലല്ലേ അപ്പൊ അങ്ങനത്തെ പേടിയെല്ലാം ഉള്ളനെ കൊണ്ടായിട്ട് ഞാൻ കേട്ട അപ്പമേ കേട്ട ഇവിടെ ഭയങ്കര ജോറുണ്ടാ അയാൾ പേടിച്ചിട്ട് സ്വാഗതം ചൊന്നുകൊണ്ടുണ്ടല്ലോ പോവാ അല്ല അങ്ങനെ അവസ്ഥ അങ്ങനെയല്ല കാരണം എങ്ങനെയും ശമ്പളം ഇല്ല ഉള്ള ശമ്പളവും കൊറോണന്റെ പേര് ചൊന്നിട്ട് കമ്മിറ്റിക്കാർ തണ്ടുമില്ല കൊറോണ അല്ല പള്ളിയുടെ മാത്രം മംഗളത്തോടെയും ബിരിയാണിയുടെയും പെണ്ണുരെ ഹൽദി മധുവേ ഹൽദി നിന്റെ ഹൽദി ഒടുക്കത്തെ ഹൽദി നിണ്ടോ ദീനിലില്ലാത്ത ഹൽദി അവിടെ ഒന്നും കൊറോണ ഇല്ല മണ്ണുമില്ല കൊറോണ അവിടെയുള്ള കൊറോണയുടെ പള്ളിയുടെ മാത്രം ഉസ്താദ് ജുമാ തുടങ്ങണ്ട നിസ്കാരം ഒന്നും വേണ്ട മക്ക മദ്രസ വേണ്ട എന്തോ കൊറോണ ഇയാൾ പോവാത്ത ഒരു മംഗലം ഇല്ലല്ലേ ഇയാൾ കാണാത്ത ഒരു ഹോളും ഇല്ലേ ആറ് ഈ കൊറോണ ചെന്നൊരു പള്ളിയുടെ അവിടെ ബറാത്തി മനുഷ്യണ്ടല്ലേ എല്ലോ മംഗലത്തും അവിടെ കൊറോണ ഇല്ലൊന്നും ഇല്ല അവിടെ പോയിട്ട് ബട്ട കാട്ടിട്ട് കേൾക്കുற കൊറോണ ഇവര് കുറവ് ഉറപ്പാണ് ഇപ്പൊ അതിലെ ബന്ധാണ് നല്ല നാള് വരുമ്പോ അതിലെ ബന്ധാന്ന ലക്ഷണം കാണുന്നുണ്ട് ഏതുവാകട്ടെ അല്ലാഹു ഞങ്ങളുടെ നാടിനെ കാക്കട്ടെ ഇറക്കപ്പെട്ട ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു സലാമത്താക്കട്ടെ.